സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അഥവാ ദീർഘകാല നിക്ഷേപം എങ്ങനെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മളിൽ പലർക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി തോന്നുന്ന കാര്യങ്ങൾ ഇതാണ്: റിസ്ക് ആണ്, പണം നഷ്ടമാകും, അല്ലെങ്കിൽ അത് റിച്ച് ആൾക്കാർക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ. പക്ഷെ സത്യം അതിനേക്കാൾ വ്യത്യസ്തമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ശരിയായി മനസ്സിലാക്കി ലോങ് ടേം ആയി നിക്ഷേപിച്ചാൽ അതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. സോ വാട്ട് ഈസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നത് നാളേക്കുള്ള ലാഭത്തിനല്ല, ഭാവി വളരാനുള്ള നിക്ഷേപമാണ്. ഇതിൽ നിങ്ങൾ ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്നു, അവരുടെ ബിസിനസ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം പഠിക്കുന്നു. അതിനുശേഷം ആ കമ്പനിയിൽ നിക്ഷേപം തുടരുന്നു. ലൈക്ക് 5 വർഷം, 10 വർഷം, ചിലപ്പോൾ 20 വർഷം വരെ. ഇതിലൂടെ നിങ്ങളുടെ പണം കമ്പനിയോടൊപ്പം വളരുന്നു. ആൻഡ് ഇവ കാരണം നിങ്ങളുടെ വെൽത്തും വളരും. ഉദാഹരണത്തിന്, നിങ്ങൾ 2010 10,000 രൂപ ഇൻഫോസിസിലോ HDFC ബാങ്കിലോ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ പണം 1 ലക്ഷത്തിലേറെ ആയേനെ. കാരണം നല്ല കമ്പനികൾ വർഷങ്ങളോളം സ്ഥിരതയോടെ വളരും. അതാണ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന മാജിക്. ഷോർട്ട് ടേം ട്രേഡിംഗിലെ പോലെ ഇതിൽ ഡെയിലി അപ്സ് ആൻഡ് ഡൗൺസ് കാണേണ്ടതില്ല. മാർക്കറ്റ് ഒരിക്കൽ താഴെയായി പിന്നെ മുകളിലാകും, അത് സ്വാഭാവികം. പക്ഷെ ലോങ് ടേം നിക്ഷേപകർ മാർക്കറ്റിന്റെ ഡേ ടു ഡേ നോയ്സ് ഇഗ്നോർ ചെയ്യും. ടൈം ഇൻ ദ മാർക്കറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ടൈമിംഗ് ദ മാർക്കറ്റ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പാഠം. നിങ്ങൾ എത്ര നേരം മാർക്കറ്റിലാണ്, അത്രയും വളർച്ച ലഭിക്കും. സോ ഹൗ ടു സ്റ്റാർട്ട് ലോങ് ടേം ഇൻവെസ്റ്റിംഗ്? ശരിയായി തുടങ്ങാൻ കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. നമ്പർ 1, ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണം. നമ്പർ 2, ശേഷം നിക്ഷേപിക്കാനായി നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സ് ടോപ്പ് കമ്പനീസ് നോക്കാം. നമ്പർ 3, ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കുക. പ്രോഫിറ്റ് ഗ്രോത്ത്, ഡെപ്റ്റ് മാനേജ്മെന്റ്, ഫ്യൂച്ചർ പ്ലാൻസ്, ഇതൊക്കെ. നമ്പർ 4, നിക്ഷേപം മന്ത്ലി ആയി ചെയ്യുന്നത് നല്ലതാണ്, SIP സ്റ്റൈലിൽ. നമ്പർ 5, കുറഞ്ഞത് 5 വർഷം വരെ അതിനെ പിടിച്ചു വെക്കുക. ഒരു വലിയ സീക്രട്ട് പറയാം: കോമ്പൗണ്ടിങ്. നിങ്ങൾ പണം റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലാഭം അടുത്ത വർഷം കൂടി ലാഭം സൃഷ്ടിക്കും. അത് സ്നോബോൾ എഫക്ട് പോലെ വളരും. അതുകൊണ്ടാണ് വലിയ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് വാരൻ ബഫേ പോലുള്ളവർ ഇതിനെ ലോങ് ടേം ഹോൾഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ചെയ്തു വരുന്ന കോമൺ മിസ്റ്റേക്സിനെ കുറിച്ച് നോക്കാം. ഈ തെറ്റുകൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ട്രെൻഡിംഗ് സ്റ്റോക്സ് കാണുമ്പോൾ ഇമ്പൾസീവായി ബൈ ചെയ്യരുത്. ഫിയർ കൊണ്ട് മാർക്കറ്റ് താഴെ പോയാൽ പാനിക്കായി സെൽ ചെയ്യരുത്. എപ്പോഴും ഷോർട്ട് ടേം പ്രോഫിറ്റ് കാണാൻ ശ്രമിക്കരുത്. പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി, ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ ഗൈസ്, സ്റ്റോക്ക് മാർക്കറ്റ് മിറാക്കിൾ ഒന്നുമല്ല, പക്ഷെ ഡിസിപ്ലിൻ, പേഷ്യൻ, നോളജ് ഇവയുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഒരു ചെറിയ നിക്ഷേപം പോലും വർഷങ്ങളോളം വളർന്നാൽ അതിന് നിങ്ങളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാൻ കഴിയും. സോ ഗൈസ്, ഇതായിരുന്നു ലോങ് ടേം ഇൻവെസ്റ്റിനെ കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.